എങ്ങനെ ഈ സംഭവത്തെ കാണുന്നത്? ഈ സംഭവം എന്ന് പറഞ്ഞാൽ ഈ നല്ലൊരു മോനാണ്, നിഷ്കളങ്കനായ ഒരു മോനാണ് ഇവനും. കാരണം എന്ന് വെച്ചാൽ നല്ല വിദ്യാഭ്യാസം പഠിക്കണോ, എന്തെങ്കിലും ജോലി നേടിയിട്ട് ഉപ്പനും ഉമ്മനെ നോക്കണോ. 4 ആൺകുട്ടികളാണുള്ളത്. ഇവന് 16 വയസ്സാണ്, മൂത്ത ആളാണ് ഇയാൾ. ഇതിൻ്റെ ഇളയതാണ് 3 കുട്ടികളുള്ളത്. അത് നല്ല ബന്ധം എന്ന് വെച്ചാൽ ഒരു ഫാമിലി ബന്ധം. കാസ്റ്റ് 2 ആണെങ്കിലും ഒരു ഫാമിലി ബന്ധമാണ്. എല്ലാത്തിനും അവൻ വന്നിട്ട് ചെയ്തു തരുന്ന മോനെ. ഇനി ഓനായിക്കോട്ടെ, അവൻ്റെ ഉപ്പ ആയിക്കോട്ടെ, അവൻ്റെ ഉമ്മ, ഓരോ ഫാമിലി തന്നെ ഞങ്ങൾ നല്ല ഒരു അടുപ്പമുള്ളവർ തന്നെയാണ്. വേറെ ഒന്നും ഓനെക്കൊണ്ട് പറയാനില്ല. കാരണം ഒരു ലഹരിയോ അങ്ങനത്തെ യാതൊന്നും ആ കുട്ടിക്കില്ല. പക്ഷേ ഇവൻ എന്താണ് ഇങ്ങനെ ചെയ്യാൻ കാരണം എന്നുള്ളത്, ഇവർക്ക് 10ാം ക്ലാസ് കഴിഞ്ഞ് സെൻഡ് ഓഫിന് ഇവർ ഒരു തന്ത്രപൂർവ്വം ചെയ്തൊരു സംഭവമാണിത്. ഈ കുട്ടി പോലും അറിയില്ല അവനിങ്ങനെ ചെയ്യുന്നു. കാരണം എന്ന് വെച്ചാൽ ചായക്ക് ഒരു പലഹാരം വാങ്ങാൻ വേണ്ടി കോരങ്ങാട് സ്കൂളിൽ കടയിൽ പോയതാണ് ഇവന്. പിന്നെ തിരിച്ച് വരാത്തത് കൊണ്ട് ഓന് പിന്നെ കൂട്ടിക്കൊണ്ടുപോയ ഈ പയ്യൻ തന്നെ തിരിച്ചും കൊണ്ടുവിടുക. അവിടെ എന്താ സംഭവിച്ചതെന്നുള്ള ആർക്കൊന്നും ഞായറാഴ്ച ആണല്ലോ ഈ യാത്രയപ്പ് പരിപാടി ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? അപ്പോൾ ചെറിയൊരു അസ്വസ്ഥത ഉണ്ടായിരുന്നു അവിടെ. അതിനെക്കുറിച്ച് ഇല്ല ഒന്നും ഓന് പറയാൻ സമയം കിട്ടിയില്ല. കാരണം എന്ന് വെച്ചാൽ ഇവന് ഈ സെൻറ്ററിൽ ഈ ട്യൂഷൻ സെൻറ്ററിലുള്ള കുട്ടിയല്ല അവന്. ഓന് MJ സ്കൂളിലെ കുട്ടിയാണ്. കോരങ്ങാട് സ്കൂളിലുള്ള കുട്ടികളും MJയിലുള്ള കുട്ടികളും ട്യൂഷൻ സെൻറ്ററിലുള്ള കുട്ടികളും കൂടിയിട്ട് തന്ത്രപൂർവ്വം ചെയ്തു വെച്ചൊരു സംഭവമാണിത്. അല്ലാതെ ഇവന് പോലും അറിയില്ല. കുട്ടികൾ തമ്മിലുണ്ടാകുന്ന ഈ സംഘർഷം ഉണ്ടല്ലോ, ഇതിന് മുമ്പും പലപ്പോഴൊക്കെ ഉണ്ടായിരുന്നല്ലോ, ചേച്ചി അറിയണ്ടോ? ഇതിനെക്കുറിച്ചൊക്കെ ഇവരെന്തെങ്കിലും പറയാറുണ്ടായിരുന്നോ? ഇല്ല, അങ്ങനെ ഒരു സംഭവം ഇല്ല. ഒന്നും പോവില്ല. കാരണം സ്കൂളിൽ ഇതിനെ പോവാ, ആരെയും ഫ്രണ്ട് വന്ന് കുട്ടിക്കൊണ്ടുപോകും, തിരിച്ചു ഇവിടെ കൊണ്ടായിരിക്കും. പിന്നെ 4-5 ആളുണ്ട്, പോവും വരും പഠിക്കും. അതിൻ്റെ തലേന്ന് അവൻ ഇരുന്ന് പഠിച്ച്. അപ്പം ഞാൻ പറഞ്ഞു, മോനെ നിന്നിലൊരു ഞങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ട്. അതില്ല, ആയിക്കോട്ടെ ചേച്ചി, ഞാൻ നല്ല പഠിക്കും, എന്തായാലും 10ാം ക്ലാസ് ഞാൻ പാസ്സാവും, അതുകൊണ്ട് നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട. ഞാൻ പറഞ്ഞു, മോനെ എനിക്ക് പേപ്പറിൽ നോക്കണം കേട്ടോ, എനിക്ക് കാണണം കേട്ടോ. ഓ ആയിക്കോട്ടെ, ഞാൻ നല്ല പഠിച്ചെഴുതൂ, ഞാൻ നല്ല തലേന്ന് മോന് നല്ല പഠിച്ചിക്ക് ഇരുന്ന് അങ്ങോട്ട് വായിക്കുക ചെയ്യുക. പക്ഷേ അവൻ്റെ വിധി ഇതായിരിക്കും എന്ന് പറയല്ല, അതൊന്നും പറയാനില്ല അവനെ കൊണ്ട്. അത്രയും നല്ല നിഷ്കളങ്കനായ ഒരു മോനാണ് അവന്. മോഡൽ പരീക്ഷ കഴിഞ്ഞ് ഇരിക്കുകയാണ്. ഇനിയിപ്പം 10ാം ക്ലാസ് പരീക്ഷയല്ലേ വരുന്നത്. അപ്പോൾ വെക്കേഷനാണ് ഇപ്പോൾ. ആ സമയത്ത് ഇവർ കൂട്ടിക്കൊണ്ടുപോയി ഇങ്ങോട്ട് ഇങ്ങനെ ചെയ്ത്, എന്തിനാ അവർ ചെയ്തതെന്ന് അറിയില്ല. ഇത്രയും നല്ലൊരു മോനായിരുന്നു. വീട്ടിലെപ്പോഴും വരുന്നൊരു മോനാണ്. ഇത്രയും അകലല്ലേ ഉള്ളൂ ഞങ്ങൾ തമ്മിലുള്ള. ചേച്ചിക്ക് എന്തെങ്കിലും സഹായത്തിനൊക്കെ? ഓ, എൻ്റെ ഉപ്പയായാലും ഉമ്മയായാലും എനിക്ക് 2 പെൺകുട്ടികളുള്ളത്. ഒരു കെട്ടിച്ച് വിട്ടതാണ്. ഹസ്ബൻഡും ഞാനും മാത്രമേ ഇവിടെ ഉള്ളൂ. ഏത് പാതിരിക്കാണെങ്കിലും ഒരൊപ്പനെ വിളിച്ചിട്ട് ഓടി വന്ന്, ഒരു ഹോസ്പിറ്റൽ കേസാണെങ്കിലും വന്ന് വണ്ടിയിൽ വെച്ച് കൊണ്ടുപോവുക ചെയ്യുക എൻ്റെ ഉപ്പ. അപ്പം അത്രയും നല്ലൊരു ഫാമിലിയാണ് ഇവർ വാടകയ്ക്കാണെങ്കിലും ഞങ്ങൾ അത്രയും കാലം എക്സ്പീരിയൻസ് പോലെയാണ് ഞങ്ങൾ ഇവിടെ ജീവിക്കുന്നത്. ഒരു കുഴപ്പമില്ല, എല്ലാത്തിനും നല്ലൊരു ഉപ്പയാണ് വീട്ടിലൊക്കെ വരാറുണ്ട്. ഓ, വീട്ടിലിവിടെ വരൂ. ഈ ഫോൺ നന്നാക്കാൻ ഇവൻ എന്നാ വരിക. വേറെ ആരെടുത്തും ഞാൻ ഈ ഫോൺ കൊടുക്കല്ല. കേടാകുമ്പോൾ ഫോൺ വന്നിട്ട് ഓന ചെയ്ത് തരിക. അപ്പം ഓളിനോട് ചോദിച്ചിട്ടോളം ഓൻ്റെ ഉമ്മ, ചേച്ചി നിങ്ങൾക്ക് ആരാ ഫോൺ നന്നാക്കുക എന്ന്. ഞാൻ കടയിൽ കൊടുക്കല്ല എൻ്റെ ഫോൺ കേടുന്ന. ഓനെ വിളിച്ചു, ഓൻ എപ്പോഴാണോ വന്നാലും രാത്രി ആയാലും വന്നിട്ട് അത് ചെയ്ത് തരും ഫോണ്. അതെല്ലാവർക്കും അറിയാം, എൻ്റെ ഹസ്ബൻഡിനറിയാം, മക്കൾക്കറിയാം, എല്ലാവർക്കും അറിയാം. എന്താ ചെയ്യുക, അങ്ങനത്തെ ലഹരിയിലൊന്നും പെടുന്ന മോനല്ല. കാരണം വെച്ചാൽ ഒരു ഉപ്പ പുറത്തേക്ക് ഒരു വിടൂല കുട്ടികളെ, 4 എണ്ണത്തിനെയും വിടൂല, അങ്ങനെ നോക്കി വളർത്തി ഇങ്ങോട്ട് ചെയ്യുന്നതാണ്. മോത്തി, തൊട്ടയൽപ്പക്കത്തുള്ള ഷഹബാസിൻ്റെ വാടക വീടാണെങ്കിൽ പോലും അതിന് തൊട്ടടുത്ത് ചെറിയൊരു ഇടവഴിയുണ്ട്. തൊട്ടടുത്തുള്ള വീട്ടിലാണ് നാരായണി ചേച്ചി താമസിക്കുന്നത്. അവരാണ് ഷഹബാസിനെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെച്ചത്. 2 വർഷമായി മാത്രമേ അവരിവിടെ താമസിച്ചിട്ടുള്ളൂ. പക്ഷേ വർഷങ്ങളോളം ഉള്ള അനുഭവവും പരിചയവും ഒക്കെ ബന്ധമുള്ള രീതിയിലായിരുന്നു ഷഹബാസിൻ്റെതായാലും അവരുടെ ഫാമിലിയുടേതായാലും. പ്രത്യേകിച്ചും ഷഹബാസിനെ കുറിച്ച് പറഞ്ഞത്, ഈ മൊബൈൽ ഫോൺ അവരുടെ ഇടയ്ക്കിടെ കേടാവാറുണ്ട്. ആ കേടാവുന്ന സമയത്തൊക്കെ ഷഹബാസിനെ വിളിച്ചാൽ ഓടിയെത്തി അത് നന്നാക്കി കൊടുക്കുകയും, അങ്ങനെ അത്രയും മിടുക്കനായ ഒരു വിദ്യാർത്ഥിയായിരുന്നു. പഠനത്തിന് വേണ്ടി കൂടുതൽ സമയം ചെലവഴിച്ചിരുന്നു. തലേ ദിവസം പോലും രാത്രി ഉറക്കമൊഴിച്ച് പഠിക്കുന്നതൊക്കെ ഞാൻ കണ്ടിരുന്നു എന്നൊക്കെ നാരായണി ചേച്ചി പങ്കുവെക്കുന്നുണ്ട്. അങ്ങനെ അയൽവാസികൾക്കൊക്കെ വളരെ പ്രിയപ്പെട്ട ഒരു കുട്ടിയാണ് നഷ്ടമായിരിക്കുന്നത്. അതിൻ്റെ വേദനയാണ് അവർ പങ്കുവെക്കുന്നത്. മുത്തി.